ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പരസ്പരം സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇന്നൊരു സർപ്രൈസിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ചിത്രമാണിത്. പ്രത്യേകിച്ച് വിദേശത്ത് പഠനത്തിലും ജോലിയിലുമായിരിക്കുന്ന മക്കൾ മാതാപിതാക്കളുടെ അറിവ് കൂടാതെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരെ കാണുവാനായി പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും നോക്കുന്നത് ഇവർ രണ്ടുപേരുടെയും മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളാണ്. നാം എല്ലാവരും അത് വളരെ മനോഹരമായിട്ട് അത് ആസ്വദിക്കുന്നുമുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ചിന്ത, എന്തിനാണ് മക്കൾ ഇങ്ങനെ ഒരു സർപ്രൈസ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കളുടെ മക്കൾ കുറച്ചുകൂടി കുട്ടികളാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അവർ വളർന്നു, വിവാഹം കഴിച്ചു, അവരുടേതായ മേഖലകളിലായിട്ട് പോലും പഴയ ആ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അതേ മനോഭാവത്തോടു കൂടി ഒരിക്കൽ കൂടി കുട്ടികളാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ അവരിങ്ങനെ സർപ്രൈസ് കൊടുത്ത് മാതാപിതാക്കളുടെ മുൻപിൽ എത്തിച്ചേരുന്നത്? തീർച്ചയായിട്ടും ആ സമയത്ത് മാതാപിതാക്കളും അവരെ നോക്കിക്കാണുന്നത് ഇത്രയും മുതിർന്ന മക്കളെന്നുള്ളതല്ല. അവനും അവളും ഇപ്പോഴും എൻ്റെ കുഞ്ഞും മകളും മോനുമാണ് എന്നുള്ള ആഗ്രഹത്തോടും ആ ഒരു രീതിയിലുമാണ് അവരെ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നതും അത് തന്നെയല്ലേ? ശിശു സഹജമായ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിവേകമതികളിൽ നിന്നും ജ്ഞാനികളിൽ നിന്നുമൊക്കെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള വലിയ ബുദ്ധിമാന്മാരിൽ നിന്നൊക്കെ മാറ്റി ശിശുക്കൾക്ക് നൽകണമെന്നുള്ള ഒരു സുവിശേഷ ഭാഗം നമ്മളിന്ന് കാണുകയാണ്. അതിനർത്ഥം കുറച്ചുകൂടെയൊക്കെ വിവരം വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്തോ ഒരു ഭാവത്തിൽ ആയിത്തീരുകയാണ്. ശിശു സഹജമായ ചിന്തകളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ഈശോ അതുകൊണ്ടാണ് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു കുട്ടിത്തം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു പക്വതയോടൊപ്പം കുട്ടിത്തവും കൂടെ ചേരുമ്പോൾ മാത്രമേ നമ്മൾ നല്ലൊരു മനുഷ്യരായി മാറത്തുള്ളൂ. വചനത്തിൽ പറയുന്നത് പോലെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകിമതികളുമാകണമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ പക്വത ഉണ്ടാവണം, ഈ കുട്ടിത്വം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈശോ ഒരു കുട്ടിയുടെ മനോഭാവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്? തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈശോയും നിരവധി സർപ്രൈസുകൾ നമുക്ക് തരുന്നുണ്ട്. സുവിശേഷത്തിലുടനീളം സർപ്രൈസുകളാണ്. ഒരു വ്യക്തി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ്റെ മുൻപിൽ കടന്നു വന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗശാന്തി ചെയ്യുന്നു. ലാസറിനെയൊക്കെ ഉയർപ്പിക്കുന്നത് ഒരു സർപ്രൈസ് അല്ലേ? അവരാരും പ്രതീക്ഷിക്കുന്നില്ല. ഈശോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിലും ആ സമയത്ത് ഈശോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർപ്രൈസ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ കൊടുക്കുന്ന സർപ്രൈസ്. സക്കേവുസിനെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഈ സമയത്ത് ഈശോ വീട്ടിൽ വരുമെന്ന് സക്കേവുസ് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മോട് കർത്താവ് ചോദിക്കുന്ന ഒരു സർപ്രൈസ് എന്താണ്? നീ എനിക്ക് എന്ത് സർപ്രൈസാണ് തരാൻ പോകുന്നത്? ഓരോ ദിവസവും എനിക്കും നിന്നെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കണം, വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി നോക്കണം. അതിന് നീ എന്ത് സർപ്രൈസാണ് എനിക്ക് ഡെയിലി നീ തരാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തഴക്കദോഷങ്ങൾ, പാപങ്ങൾ, ഞാനെന്ന ഭാവം, അഹങ്കാരം, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വച്ച് കുറച്ചുകൂടെയൊക്കെ ഒരു കുട്ടിത്തവും ഒരു പക്വതയും ഒക്കെ ഉണ്ടായി മാറുമ്പോൾ ഈശോ പെട്ടെന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് അതൊരു സർപ്രൈസാണ്. ആ ഒരു സർപ്രൈസ് ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈശോയ്ക്കും സർപ്രൈസ് കൊടുക്കാൻ തോന്നണം. കാരണം അവൻ എല്ലാ ദിവസവും നമുക്ക് സർപ്രൈസ് തരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു മനോഭാവമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ ദിവസവും നിന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ നീ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കുകയാണ്.
ചില സംഭവങ്ങളൊക്കെ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ അത് നീ സർപ്രൈസ് പോലെ, അത്ഭുതം പോലെ എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നു. ദൈവമേ, അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈശോ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിനെ ഒരു മാറ്റമെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബെറ്റർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് സർപ്രൈസ് എന്ന് വിളിക്കാം. ഇന്നത്തെ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈശോ, ഇന്ന് മുതൽ എനിക്കും നിനക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കി കുറച്ചുകൂടെ അടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. എനിക്കും കുറച്ച് സർപ്രൈസ് നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ചില മാറ്റങ്ങളിലൂടെ, എൻ്റെ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങളിലൂടെ, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിനക്ക് ഞാൻ സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നു. ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഒപ്പം കൂടെ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുവാനും ആ ഒരു സർപ്രൈസ് എൻ്റെ ജീവിതത്തിലും സ്വന്തമാക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.